ഹലോ, കഴിഞ്ഞ വീഡിയോയിൽ ടണൽ തിയറി ഓഫ് ആൽഫ ഡി കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ആൽഫ ഡി കെയെ പറ്റി ഒന്ന് രണ്ട് അഡീഷണൽ പോയിന്റ്സും കൂടി ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നുണ്ടാവും. ഒരു ആൽഫ ഡി കെ ജനറലി നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെയാണ്. എക്സ് എന്ന് പറഞ്ഞ ന്യൂക്ലിയസ് ആൽഫ പാർട്ടിക്കിളിനെ എമിറ്റ് ചെയ്യുന്നു. എക്സ് വൈ ആയിട്ട് മാറുന്നു. വൈയുടെ മാസ് നമ്പർ എക്സിൻ്റെ മാസ് നമ്പറിൽ നിന്ന് 4 കുറവും വൈയുടെ അറ്റോമിക് നമ്പർ എക്സിൻ്റെ അറ്റോമിക് നമ്പറിൽ നിന്ന് 2 യൂണിറ്റ്സ് കുറവുമാണ്. ഇങ്ങനെയാണ് ഒരു ആൽഫ ഡി കെ പ്രോസസ്സ് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുക. ഏതൊരു റിയാക്ഷൻ നടന്നു കഴിഞ്ഞാലും അല്ലെങ്കിൽ എന്ത് പ്രോസസ്സ് നടന്നാലും അവിടെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി സാറ്റിസ്ഫൈ ചെയ്യേണ്ടതാണ്. അപ്പം അങ്ങനെ ആവുമ്പോൾ ഇനീഷ്യൽ എനർജി ഷുഡ് ബി ഈക്വൽ ടു ഫൈനൽ എനർജി. അപ്പം ഇനീഷ്യലി നമ്മുടെ കയ്യിലുള്ളത് ഒരു പേരന്റ് ന്യൂക്ലിയസ് ആണ് എക്സ്. എക്സ് എന്ന് പറഞ്ഞ പേരന്റ് ന്യൂക്ലിയസ് നമ്മൾ അസ്യൂം ചെയ്യുന്നത് റെസ്റ്റിലാണ്. അപ്പം അതിന് കൈനറ്റിക് എനർജി ഒന്നും ഉണ്ടാവില്ല. പിന്നെ അതിനുള്ളത് എന്ന് പറയുന്നത് അതിൻ്റെ മാസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജിയാണ്, റെസ്റ്റ് മാസ് എനർജിയാണ്, വിച്ച് ഇസ് mx(c²). കൈനറ്റിക് എനർജി ഇല്ലാത്തത് കൊണ്ട് തന്നെ mx(c² എന്നുള്ള എനർജി മാത്രമാണ്, ഈ റെസ്റ്റ് മാസ് എനർജി മാത്രമാണ് ഈ ന്യൂക്ലിയസിന് ഉണ്ടാവുക. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡോട്ടർ ന്യൂക്ലിയസും ആൽഫ പാർട്ടിക്കിളും. ഇവ രണ്ടും മോഷനിലുള്ളതാണ്. ആൽഫ പാർട്ടിക്കിൾ പുറത്തേക്ക് എമിറ്റ് ചെയ്യപ്പെടും. സോ ഇറ്റ് ഹാസ് എ കൈനറ്റിക് എനർജി. അതിൻ്റെ മാസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു റെസ്റ്റ് മാസ് എനർജിയും അതിനുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഡോട്ടർ ന്യൂക്ലിയസ് വൈ, അതിനും മാസ് എനർജി ഉണ്ടാവും, കൈനറ്റിക് എനർജിയും ഉണ്ടാവും. ആ 2 ടേംസ് ആണ് ഇവിടെ വലതുവശത്ത് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. മാസ് എനർജി ഓഫ് വൈ, മാസ് എനർജി ഓഫ് ആൽഫ പാർട്ടിക്കിൾ ആൻഡ് കൈനറ്റിക് എനർജി ഓഫ് ബോത്ത് വൈ ആൻഡ് ആൽഫ പാർട്ടിക്കിൾ. അപ്പോൾ അതിൽ ഒരേപോലെയുള്ള ടേംസ് നമ്മൾ ഗ്രൂപ്പ് ചെയ്യുകയാണ്. മാസ് എനർജി ടേംസ് ഒക്കെ നമ്മൾ ഒരുമിച്ച് ഗ്രൂപ്പ് ചെയ്യുമ്പോൾ mx(c² മൈനസ് my(c² മൈനസ് m(c²) ഈക്വൽ ടു വലതുവശത്ത് നമ്മുടെ കയ്യിലുള്ള 2 കൈനറ്റിക് എനർജി ടേംസ് ആണുള്ളത്. കൈനറ്റിക് എനർജി ഓഫ് ഡോട്ടർ ന്യൂക്ലിയസ് പ്ലസ് കൈനറ്റിക് എനർജി ഓഫ് ആൽഫ പാർട്ടിക്കിൾ. അപ്പോൾ ഈ ഒരു എനർജി ഉണ്ടല്ലോ, അതായത് ഇനീഷ്യൽ മാസ് എനർജി മൈനസ് ഫൈനൽ മാസ് എനർജി, ആ ഡിഫറൻസ് ഇൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ മാസ് എനർജീസിനെയാണ്, അല്ലെങ്കിൽ ഡിഫറൻസ് ഇൻ ഫൈനൽ ആൻഡ് ഇനീഷ്യൽ കൈനറ്റിക് എനർജീസ്. ഇവിടെ കൈനറ്റിക് എനർജി 0 ആയിരുന്നല്ലോ. mx(c² എന്നുള്ളൊരു ടേം മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ എക്സ് എന്ന് പറഞ്ഞ ന്യൂക്ലിയസ് റെസ്റ്റിലായത് കാരണം ആക്ച്വലി ദിസ് അഡീഷണൽ ടേം, അതായത് കൈനറ്റിക് എനർജി ഓഫ് എക്സ് എന്ന് പറയുന്ന ടേം അത് ആക്ച്വലി 0 ആണ്. അപ്പോൾ നമ്മൾ ഈ മാസ് എനർജി ടേംസ് ഒക്കെ ഇടതുവശത്തേക്ക് ഗ്രൂപ്പ് ചെയ്യുന്നത് പോലെ കൈനറ്റിക് എനർജി ടേംസ് ഒക്കെ ശരിക്കും വലതുവശത്തേക്ക് കൊണ്ടുപോകേണ്ടതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ കൈനറ്റിക് എനർജി ഓഫ് വൈ പ്ലസ് കൈനറ്റിക് എനർജി ഓഫ് ആൽഫ പാർട്ടിക്കിൾ മൈനസ് കൈനറ്റിക് എനർജി ഓഫ് എക്സ് എന്ന് വന്നേനെ. ഇപ്പോൾ ആ ടേം 0 ആയത് കാരണം ഇറ്റ് ഡസൻറ്റ് മേക്ക് എ ഡിഫറൻസ്. അപ്പോൾ നമുക്ക് വലതുവശത്തുള്ളത് കൈനറ്റിക് എനർജി ഓഫ് വൈ ആൻഡ് കൈനറ്റിക് എനർജി ഓഫ് ആൽഫ പാർട്ടിക്കിൾ, അതായത് ഫൈനൽ കൈനറ്റിക് എനർജിയാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ ഐദർ ദി ഇനീഷ്യൽ മാസ് എനർജി മൈനസ് ഫൈനൽ മാസ് എനർജി ഓർ ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി. ആ എനർജി അതിനെയാണ് ഡിസിൻറ്റഗ്രേഷൻ എനർജി എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദി ലെറ്റർ Q. ഏതൊരു ന്യൂക്ലിയർ റിയാക്ഷൻ എടുത്തു കഴിഞ്ഞാലും നമുക്കൊരു Q വാല്യൂ സ്പെസിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ Q വാല്യൂ ഓഫ് എനി റിയാക്ഷൻ ഇസ് ദി ഡിഫറൻസ് ഇൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ മാസ് എനർജീസ് ഓർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫൈനൽ ആൻഡ് ഇനീഷ്യൽ കൈനറ്റിക് എനർജീസ്. അപ്പോൾ സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കുന്ന ഒരു ഡി കെ പ്രോസസ്സിൽ Q എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. Qൻ്റെ വാല്യൂ പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം, അല്ലെങ്കിൽ ഒരു പക്ഷേ 0 ആകാം. Q ഗ്രേറ്റർ ദാൻ 0 ആവുന്ന കേസിൽ ഇറ്റ് മീൻസ് ദാറ്റ് എനർജി ഈസ് റിലീസ്ഡ് ഔട്ട് ഓഫ് ദി റിയാക്ഷൻ. സച്ച് എ റിയാക്ഷൻ ഇസ് കോൾഡ് എക്സോതെർമിക് റിയാക്ഷൻ. Q ലെസ് ദാൻ 0 എന്ന് പറയുമ്പോൾ എനർജി ഈസ് അബ്സോർബ്ഡ് ഇൻ ദി പ്രോസസ് ആൻഡ് ഇറ്റ് ഈസ് എൻ എൻഡോതെർമിക് റിയാക്ഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഡി കെ ആണ് ട്രീറ്റ് ചെയ്യുന്നത്. ഡി കെയിൽ Q ഈസ് ഓൾവേസ് പോസിറ്റീവ്.
ഇനി ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി സാറ്റിസ്ഫൈ ചെയ്യുന്നത് പോലെ തന്നെ ഹോൾഡ് ചെയ്യേണ്ട ഒരു കൺസർവേഷൻ ലോ ആണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം. അപ്പോൾ ഇനീഷ്യലി നമ്മുടെ പേരന്റ് ന്യൂക്ലിയസ് റെസ്റ്റിലാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ലീനിയർ മൊമെൻറ്റം കൺസേർവ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഡോട്ടർ ന്യൂക്ലിയസ് ആയാലും ആൽഫ പാർട്ടിക്കിൾ ആയാലും അവയ്ക്ക് രണ്ടിനും ലീനിയർ മൊമെൻറ്റത്തിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കണം, പക്ഷേ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിരിക്കണം. എന്നാലേ കൺസർവേഷൻ ലോ ഹോൾഡ് ചെയ്യുള്ളൂ. സോ ഇഫ് യുവർ പേരന്റ് ഈസ് ഹിയർ, one particle should be ejected in this direction and the other should go in this direction in order to conserve linear momentum because parent is at rest. അപ്പോൾ ഈ എഴുതിയിരിക്കുന്നത് ലീനിയർ മൊമെൻറ്റം ഓഫ് ഡോട്ടർ ന്യൂക്ലിയസ് ആൻഡ് ദിസ് ഇസ് ദി ലീനിയർ മൊമെൻറ്റം ഓഫ് ആൽഫ പാർട്ടിക്കിൾ. മൈനസ് സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് രണ്ടും ഓപ്പോസിറ്റ് ദിശയിലേക്കാണ് പോകുന്നത് എന്ന് കാണിക്കാനാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്ന് വി വൈ എന്നുള്ളത് വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് മൈനസ് എം ആൽഫ വി ആൽഫ ഡിവൈഡഡ് ബൈ എം വൈ. ക്യൂ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ തൊട്ട് മുമ്പ് കണ്ടതേ ഉള്ളൂ. ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി എന്നായിരുന്നു. അതായത് ദിസ് ഇസ് ദി ഫൈനൽ കൈനറ്റിക് എനർജി. ഇനീഷ്യൽ കൈനറ്റിക് എനർജി ഓഫ് എക്സ് ആണ്, ബട്ട് ദിസ് ക്വാണ്ടിറ്റി ഈസ് 0. സോ എഫക്റ്റീവ്ലി ക്യൂ ഈസ് kinetic energy of y plus kinetic energy of alpha particle. അപ്പോൾ ഇങ്ങനെ ഒരു ടേം ആക്ച്വലി എഴുതേണ്ട കാര്യമില്ല ബിക്കോസ് എക്സ് ഇസ് അറ്റ് റെസ്റ്റ്. കൈനറ്റിക് എനർജിക്ക് നമുക്ക് ഹാഫ് എം വി സ്ക്വയർ എന്നുള്ള എക്സ്പ്രഷൻ അറിയാം. അപ്പോൾ കൈനറ്റിക് എനർജി ഓഫ് വൈ വുഡ് ബി ഹാഫ് എം വൈ വി വൈ സ്ക്വയർ പ്ലസ് ഹാഫ് എം ആൽഫ വി ആൽഫ സ്ക്വയർ. പക്ഷേ വി വൈക്ക് നമ്മൾ തൊട്ട് മുമ്പ് ഒരു എക്സ്പ്രഷൻ കണ്ടുപിടിച്ചിട്ടേ ഉള്ളൂ. ആ എക്സ്പ്രഷൻ ഇവിടേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് ഇൻസ്റ്റെഡ് ഓഫ് വി വൈ. സോ വി ഗെറ്റ് സം ടേംസ് ലൈക്ക് ദിസ്. സോ ഹിയർ ഇറ്റ് ഇസ് എ പ്ലസ്, വി ഗെറ്റ് ടേംസ് ലൈക്ക് ദിസ് അല്ലേ. അപ്പോൾ അതിൽ നമ്മൾ ഹാഫ് എം ആൽഫ വി ആൽഫ സ്ക്വയർ ഇതാണ് നമ്മുടെ സെക്കൻഡ് ടേം. അതേപോലത്തെ ടേം നമുക്ക് ഫസ്റ്റ് ടേമിലും ഉണ്ട്. അപ്പോൾ അത് നമ്മൾ പുറത്തേക്ക് എടുക്കുകയാണ്, ഹാഫ് എം ആൽഫ വി ആൽഫ സ്ക്വയർ. ആൻഡ് വെൻ വി ടേക്ക് ദാറ്റ് ഔട്ട്സൈഡ് വി ഹാവ് എൻ എം ആൽഫ റിമൈനിങ്. പിന്നെ താഴെ എം വൈ സ്ക്വയർ ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ ഡിനോമിനേറ്ററിലൊരു എം വൈ ഉണ്ട്. സോ ഇൻ ദ ഫസ്റ്റ് ടേം വാട്ട് റിമെയിൻസ് ഇസ് എം ആൽഫ ബൈ എം വൈ. രണ്ടാമത്തേതിൽ ഇറ്റ് ബിക്കംസ് പ്ലസ് 1. ഓക്കെ, വാട്ട് ഇസ് ദിസ് ടേം വിച്ച് ഇസ് ഔട്ട്സൈഡ്? ഹാഫ് എം ആൽഫ വി ആൽഫ സ്ക്വയർ. That is the kinetic energy of alpha particle. അല്ലേ? അപ്പോൾ kinetic energy of alpha particle times m alpha divided by my plus 1. ഇനി നമുക്കറിയാം, നമ്മൾ മാസസ് ഒക്കെ കാണുമ്പോൾ ആൽഫ പാർട്ടിക്കിളിൻ്റെ മാസ് ആക്ച്വലി ഒബ്സർവ്ഡ് മാസ് നോക്കുമ്പോൾ 4.000 സംതിങ്. അതേപോലെ ഏത് ഡോട്ടർ ന്യൂക്ലിയസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാലും അതിൻ്റെ മാസ് ഒബ്സർവ്ഡ് മാസ് എന്നൊക്കെ പറയുന്നത് ഇറ്റ് വിൽ ബി എ വാല്യൂ വിച്ച് ഇസ് വെരി ക്ലോസ് ടു ദി മാസ് നമ്പർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ മാസസിനെ നമുക്ക് അറ്റോമിക് നമ്പറിനോട് അപ്രോക്സിമേറ്റ് ചെയ്യാം. സോ നോട്ട് അറ്റോമിക് നമ്പർ, മാസ് നമ്പറിനോട് അപ്രോക്സിമേറ്റ് ചെയ്യാം. അപ്പോൾ മാസ് നമ്പറിനോട് അപ്രോക്സിമേറ്റ് ചെയ്യുമ്പോൾ ദി മാസ് നമ്പർ ഓഫ് ഹീലിയം ന്യൂക്ലിയസ് അല്ലെങ്കിൽ നമ്മുടെ ആൽഫ പാർട്ടിക്കിൾ ഇസ് 4. അതേപോലെ നമ്മുടെ ഡോട്ടർ ന്യൂക്ലിയസിൻ്റെ മാസ് നമ്പർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് A-4 അല്ലേ. എന്താ A-4 ആണ് ഡോട്ടർ ന്യൂക്ലിയസിൻ്റെ മാസ് നമ്പർ. ഹീലിയത്തിൻ്റെ മാസ് നമ്പർ 4 ആണ്. ഹീലിയം ന്യൂക്ലിയസിൻ്റെ മാസ് നമ്പർ 4 ആണ്. അപ്പോൾ നമ്മുടെ ആൽഫ പാർട്ടിക്കിളിൻ്റെ മാസിന് പകരം വി ക്യാൻ അപ്രോക്സിമേറ്റ് ഇറ്റ് ആസ് 4 ആൻഡ് ഇൻസ്റ്റെഡ് ഓഫ് my we can approximate it as A-4. But when we compare this magnitudes of 4 and A-4, യൂഷ്വലി ആൽഫ decay ഒക്കെ അണ്ടർഗോ ചെയ്യുന്നത് ഭയങ്കര ഹെവി ആയിട്ടുള്ള ന്യൂക്ലിയസ് ആണ്. നമ്മുടെ യുറേനിയം, തോറിയം അങ്ങനെയുള്ള ന്യൂക്ലിയസ് ഒക്കെയാണ് പൊതുവെ ഇനീഷ്യലി ഒരു ആൽഫ decay ഒക്കെ അണ്ടർഗോ ചെയ്യുക. അപ്പോൾ അതിൻ്റെയൊക്കെ മാസ് നമ്പർ എന്ന് പറയുന്നത് ഹ്യൂജ് മാസ് നമ്പേഴ്സ് ഉള്ള ന്യൂക്ലിയസ് ആണ്. ഇപ്പോൾ യുറേനിയം ആണെങ്കിൽ 238. ഇപ്പോൾ 238 മൈനസ് 4 എന്നൊക്കെ പറയുന്നത് 234 ആണ്. ജസ്റ്റ് ഇമാജിൻ ദ റേഷ്യോ 4 ഡിവൈഡഡ് ബൈ 234. ഇറ്റ് വിൽ ബി വെരി
വെരി മച്ച് ലെസ് ദാൻ 1 അല്ലേ? അപ്പോൾ ഇൻഫാക്ട് ദ ടേം ഇൻ ദിസ് സ്ക്വയർ ബ്രാക്കറ്റ് വിൽ ബി 1.00 സംതിങ്. അപ്പോൾ ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി 1. അപ്പോൾ Q എന്ന് പറയുന്നത് becomes approximately equal to kinetic energy of alpha particle. Q becomes approximately equal to kinetic energy of alpha particle. അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുന്നത്, ആ ന്യൂക്ലിയർ റിയാക്ഷനിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ എനർജിയും നമ്മുടെ ആൽഫ പാർട്ടിക്കിളിൻ്റെ കൈനറ്റിക് എനർജി ആയിട്ടാണ് പോകുന്നത്. Most of the energy available from the reaction is taken up by the alpha particle as its kinetic energy. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും from these very simple equations. Most of the kinetic energy of the alpha particle comes from the Q value of the reaction. ആ റിയാക്ഷനിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ എനർജിയും എടുക്കുന്നത് ആൽഫ പാർട്ടിക്കിൾ ആണ്. അതായത് നമ്മുടെ ഡോട്ടർ ന്യൂക്ലിയസിന്റെ കൈനറ്റിക് എനർജി ഇറ്റ് വിൽ ബി നെഗ്ലിജിബിളി സ്മോൾ. അവൈലബിൾ ആയിട്ടുള്ള എനർജി മുഴുവൻ അബ്സോർബ് ചെയ്തെടുക്കുന്നത് ആൽഫ പാർട്ടിക്കിൾ ആണ്. ഓക്കെ.